നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് എഡിറ്റ് ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാറായ അവസ്ഥയിൽ മൂവാറ്റുപുഴ നഗരസഭാ ടൗൺഹാൾ. ജീർണാവസ്ഥയിലുള്ള ടൗൺഹാൾ കെട്ടിടം മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നു. നടപടി സ്വീകരിക്കാതെ അധികൃതർ. MVP കനാലിൽ മാസങ്ങളായി വെള്ളമില്ല. സർക്കാർ അനാസ്ഥയ്ക്കെതിരെ കോൺഗ്രസ് ഏകദിന ഉപവാസ സമരം. DCC ജനറൽ സെക്രട്ടറി ജോസ് പെരുമ്പള്ളിക്കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. മൂവാറ്റുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ഐസക് ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം നടത്തി. ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി നൈറ്റ് ഷോപ്പിംഗ്, ഫുഡ് ഫെസ്റ്റിവലും. ദേശീയ ഉൽപാദന ദിനം. വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവം നൽകാൻ വാഴക്കുളം ചാവറ ഇന്റർനാഷണൽ അക്കാദമി. വാഴക്കുളം പോലീസ് സബ് ഇൻസ്പെക്ടർ അനീഷ് എ ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ വിശദമായി. ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാറായ അവസ്ഥയിൽ മൂവാറ്റുപുഴ നഗരസഭ ടൗൺഹാൾ. ജീർണാവസ്ഥയിലുള്ള ടൗൺഹാൾ കെട്ടിടവും പരിസരവും മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നു. പരാധീനതകളുടെ നടുവിൽ മൂവാറ്റുപുഴ നഗരസഭ ടൗൺഹാൾ. ജീർണാവസ്ഥയിലുള്ള ടൗൺഹാൾ കെട്ടിടവും പരിസരവും മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഉപയോഗശൂന്യമായ ഇലക്ട്രിക് ഉപകരണങ്ങൾ, തുരുമ്പിച്ച ഫർണിച്ചർ, പഴയ വാഹന ഭാഗങ്ങൾ എന്നിവ ടൗൺഹാളിന് പിന്നിൽ കുമിഞ്ഞുകൂടിയിരിക്കുകയാണ്. നവീകരണം വൈകുന്നതോടെ ടൗൺഹാൾ അതീവ അപകടാവസ്ഥയിലാണ്. പല സ്ഥലങ്ങളിൽ നിന്നുമുള്ള മാലിന്യങ്ങൾ കൂട്ടുന്നതിനുള്ള ഇടമായി ടൗൺഹാൾ പരിസരം മാറിക്കഴിഞ്ഞുവെന്ന് മുൻ നഗരസഭാ കൗൺസിലർ ജാഫർ സാദിഖ് പറഞ്ഞു. വളരെ കാലങ്ങളായിട്ട് നഗരസഭയുടെ പല മേഖലകളിലും പറഞ്ഞു പോയിട്ടുള്ള കാര്യമാണ് ടൗൺഹാളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്ലീനിങ്ങും അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ വളരെ കുറച്ച് കാലങ്ങളായിട്ട് ഈ ടൗൺഹാളിൻ്റെ പരിസരം വളരെയധികം മോശമായിട്ട് കിടക്കുന്ന രീതിയാണുള്ളത്. പഴകി കേടുവന്ന് തുരുമ്പിച്ച വണ്ടികളും അതുപോലെ തന്നെ കുറേ കസേരകളും മേശകളും ടൗണിൽ നിന്ന് ചെത്തുന്ന പുല്ലാണെന്ന് തോന്നുന്നു. അതൊക്കെ കൊണ്ട് കൂട്ടിയിടാനുള്ള ഒരു കേന്ദ്രമായിട്ട് ഈ ടൗൺ ഹാളിൻ്റെ പരിസരം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാലിന്യങ്ങൾ കൂട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള സ്ഥലം സജ്ജീകരിക്കേണ്ടത് നഗരസഭയുടെ ഭരണാധികാരികളാണെന്നിരിക്കെ അതൊന്നും നോക്കാനുള്ള സമയം ഭരണാധികാരികൾക്ക് ഇന്ന് നിലച്ചു പോയിട്ടുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. നഗരസഭയിലെ മാലിന്യങ്ങൾ കൃത്യമായി നിക്ഷേപിക്കാൻ അധികാരികൾ നടപടിയെടുക്കുന്നില്ലെന്നും ജാഫർ സാദിഖ് പറഞ്ഞു. ജനങ്ങളുടെ സഭയായിട്ടുള്ള പാർലമെന്റ്, അസംബ്ലി എന്നതുപോലെ തന്നെ ത്രിതല പഞ്ചായത്തിൽ ജനങ്ങൾക്ക് സംസാരിക്കാനുള്ള വേദികൾ അത് വേണ്ട രീതിയിൽ ക്രിയാത്മകമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സംവിധാനം ഭരണ നേതൃത്വം എടുക്കണം. ഇവിടെ വെറുതെ കൂത്താട്ടവും അഴിഞ്ഞാട്ടവും വെറുതെ ഉന്തിമറിക്കലും തള്ളിമറിക്കലും ഒക്കെയാണ് നടക്കുന്നത്. പത്രപ്രസ്താവനകൾ വരുന്നു, ഓരോ കാര്യങ്ങൾ നടത്തി എന്ന് പറഞ്ഞ് എല്ലാത്തിനും ഞാൻ എന്നുള്ള ഭാവമാണ്. എന്തിനാണ് എൻ്റെ ആവശ്യം? ഇവിടെ ഭരണം നടത്താനുള്ള സംവിധാനം വളരെ കെടുകാര്യസ്ഥതയും ഒരു പിടിപ്പുകേടുമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അഴിമതിയെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല. ഓരോ സത്യവാങ്മൂലവും ഓരോ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓരോ കാര്യങ്ങൾ കൊടുക്കുമ്പോൾ കൃത്യമായിട്ടുള്ള രേഖകൾ കൊടുക്കാതെ കളവ് മാത്രം പറഞ്ഞുകൊണ്ട് കളവ് പറയാൻ വേണ്ടി മാത്രം നാവ് ചലിപ്പിക്കുന്ന ഒരു ഭരണനേതൃത്വമായി, ഒരു നഗരപിതാവായി ഇന്ന് നമ്മുടെ നഗരസഭയുടെ വേണ്ടപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ശക്തമായിട്ടുള്ള പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം, വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം, നേതൃത്വ നിരയിൽ നിന്നുണ്ടാകണം, നേതാക്കന്മാരിൽ നിന്നുമുണ്ടാകണം. ഈ നഗരം നശിച്ചുകൂടാ. ഈ ടൗൺ ഹാൾ പുനരുദ്ധരിക്കണം. നല്ല രീതിയിൽ വളർന്നു വരുന്ന വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഒട്ടനേകം പേര് വിവാഹാവശ്യങ്ങൾ, മറ്റ് പൊതുസമ്മേളനങ്ങളൊക്കെ നടത്തുന്ന വേദിയാണ്, ഒരു സ്ഥാപനമാണ്, ഒരു ഹാളാണ് നമ്മുടെ മൂവാറ്റുപുഴ നഗരസഭയുടെ ടൗൺ ഹാൾ. ആ ടൗൺ ഹാൾ നശിപ്പിക്കാനുള്ള സംവിധാനമായിട്ടാണ് നഗരസഭ പോകുന്നത്. ശക്തമായിട്ടുള്ള പ്രക്ഷോഭം വരുന്ന സമയങ്ങളിൽ, ദിവസങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവരണമെന്ന് വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് ഒരു മുൻ കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ടൗൺഹാൾ നവീകരണത്തിനായി 1.5 കോടി രൂപയുടെ പദ്ധതിയാണ് നഗരസഭ ആവിഷ്കരിച്ചത്. പദ്ധതി ആവിഷ്കരിച്ച് പ്രാഥമിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും പുതിയ പാലം വരുമെന്ന പ്രഖ്യാപനം ഉണ്ടായതോടെ അനിശ്ചിതത്വം ഉടലെടുത്തത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ വകയിരുത്തിയ 50 ലക്ഷം രൂപയുടെയും 2025-26 സാമ്പത്തിക വർഷത്തിൽ വകയിരുത്തിയ 1 കോടി രൂപയും ഉൾപ്പെടെ 1.5 കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങൾക്കാണ് ഇവിടെ തുടക്കമിട്ടത്. ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാറായ അവസ്ഥയിലാണ് കെട്ടിടം നിൽക്കുന്നത്. MVP കനാലിൽ മാസങ്ങളായി വെള്ളമില്ല. സർക്കാർ അനാസ്ഥയ്ക്കെതിരെ കോൺഗ്രസ് ആവലി മണ്ഡലം കമ്മിറ്റി ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി ജോസ് പെരുമ്പള്ളിക്കുന്നിൽ ഉദ്ഘാടനം ചെയ്തു.
MVP കനാലിൽ മാസങ്ങളായി വെള്ളമില്ല, കൃഷിയിടങ്ങൾ നശിക്കുന്നു, സർക്കാർ അനാസ്ഥയ്ക്കെതിരെ കോൺഗ്രസ് ആവോലി മണ്ഡലം കമ്മിറ്റി ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി ജോസ് പെരുമ്പള്ളിക്കുന്നിൽ ഉദ്ഘാടനം ചെയ്ത ഉപവാസ സമരത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ മുഖ്യപ്രഭാഷണം നടത്തി. ഈ കനാലുകൾ നന്നാക്കുവാനായി തൊഴിലുറപ്പ് തൊഴിലാളികളെ ഏൽപ്പിക്കുവാൻ പ്രാദേശിക ഭരണകൂടത്തിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സമയത്ത് കർഷകർക്ക് ആവശ്യമുള്ള സമയത്ത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഈ കനാലുകൾ നന്നാക്കുവാനായി പ്രാദേശിക ഭരണകൂടത്തിന് പഞ്ചായത്തുകൾക്ക് കഴിയുന്നില്ല എന്നുള്ള ഒരു ദുരവസ്ഥ പ്രാദേശിക ഭരണകൂടത്തുണ്ട്. അല്ലെങ്കിൽ അവർക്ക് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉപയോഗിച്ച് കനാലുകൾ മെയിന്റനൻസ് ചെയ്യാമായിരുന്നു. അങ്ങനെ മെയിന്റനൻസ് ചെയ്തിരുന്നുവെങ്കിൽ ഈ കനാലുകളിൽ ഇപ്പോൾ വെള്ളം ഒഴുകുമായിരുന്നു. പക്ഷേ MEIPയുടെ ഉദ്യോഗസ്ഥന്മാർ, നമുക്കറിയാം വെള്ളാനകളാണ് MEIPയുടെ ഉദ്യോഗസ്ഥന്മാർ, യാതൊരു പ്രയോജനവുമില്ലാതെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ മുതൽ താഴെ അസിസ്റ്റന്റ് എഞ്ചിനീയർ വരെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഒരു ജോലിയും ചെയ്യാതെ ആ MEIPയുടെ ഓഫീസുകളിൽ ഓരോ സെക്ഷനുകളിലും ജോലി ചെയ്യുന്നുണ്ട്. ഒരു കാര്യവുമില്ല. അവർ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ കസേരകളിൽ ആളില്ല. ഉച്ചയ്ക്ക് രാവിലെ ഒരു 12-11 മണിയാകുമ്പോൾ എത്തും. അവർ കുറെ റിക്രിയേഷൻ ക്ലബിലെ ചീട്ടുകളിയും മറ്റ് വിനോദങ്ങളിൽ ഏർപ്പെടും. 12 മണിയാകുമ്പോൾ ഊണ് കഴിക്കാൻ ഇറങ്ങിപ്പോകും. 3 മണിയാകുമ്പോൾ വരും. ആ ജോലി അല്ലാതെ ജനങ്ങൾക്ക് പ്രയോജനകരമായ ഒരു ജോലിയും മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പ്രോജക്റ്റിലെ എഞ്ചിനീയർമാരുടെ ഓഫീസിൽ നിർവഹിക്കുന്നില്ല എന്നുള്ള ഗുരുതരമായ ആരോപണം ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാനിവിടെ ഉന്നയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആവോലി സൊസൈറ്റി പടിയിൽ നടത്തിയ ഉപവാസ സമരത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജോജി ജോസ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷെൽമി ജോൺസ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിന്ദു ജോർജ്, മെമ്പർമാരായ ഷിബു പരീക്കൽ, ഷാനവാസ് KV, സൗമ്യ ജോൺ, ഷിൻസ്മോൻ, രമ്യ ലിയോ, ശിവൻ അയ്യപ്പൻ എന്നിവരും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫെമീന അഷ്റഫ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സഹീറ മജീദ്, കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ജയദേവൻ KK, മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറി സനു മോഹൻ എന്നിവർ ഉപവാസ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഉപവാസ സമരത്തിൽ പങ്കെടുത്തു. മണ്ഡലം പ്രസിഡന്റ് ഷെഫാൻ VS അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് KM പരീദ്, OICC ഗ്ലോബൽ ഭാരവാഹി അഷ്റഫ് കരിമനാൽ, IUML ആവോലി പ്രസിഡന്റ് മുഹമ്മദ് കാഞ്ഞിരക്കാട്ട്, മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു ജോസ്, ബ്ലോക്ക് സെക്രട്ടറി PM നൂഹ്, ജോർജ് മോനിപ്പിള്ളി, റിയാസ് VM തുടങ്ങിയവർ പ്രസംഗിച്ചു. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. ദേശീയ ഉൽപാദന ദിനത്തിൽ വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവം നൽകാൻ വാഴക്കുളം ചാവറ ഇന്റർനാഷണൽ അക്കാദമി വാഴക്കുളം പോലീസ് സബ് ഇൻസ്പെക്ടർ അനീഷ് A ഉദ്ഘാടനം ചെയ്യും. ദേശീയ ഉത്പാദന ദിനത്തിൽ വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവം നൽകാനൊരുങ്ങി വാഴക്കുളം ചാവറ ഇന്റർനാഷണൽ അക്കാദമി. കരിക്കുലം ബിയോണ്ട് ദി ടെക്സ്റ്റ് ബുക്ക് എന്ന പേരിൽ ദേശീയ ഉത്പാദക ദിനം സ്കൂളിൽ ആചരിക്കും. ബുധനാഴ്ച സ്കൂളിൽ നടക്കുന്ന ചടങ്ങ് വാഴക്കുളം പോലീസ് സബ് ഇൻസ്പെക്ടർ അനീഷ് A ഉദ്ഘാടനം ചെയ്യും. സോഷ്യൽ മീഡിയയിൽ മറഞ്ഞിരിക്കുന്ന അപകടങ്ങൾ, മയക്കുമരുന്നിന്റെ ഉപയോഗം എന്നിവയെക്കുറിച്ചും കുട്ടികൾക്ക് ആവശ്യമായി അറിഞ്ഞിരിക്കേണ്ട പ്ലംബിംഗ്, മോട്ടോർ വെഹിക്കിൾ റിപ്പയറിംഗ്, കുക്കിംഗ്, ടൈലറിംഗ്, പബ്ലിക് സ്പീക്കിംഗ് തുടങ്ങിയവയിൽ വിദഗ്ധരുടെ ക്ലാസുകൾ നടത്തപ്പെടും. കുട്ടികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച് ക്ലാസുകൾ തിരഞ്ഞെടുക്കാമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡിനോ കള്ളിക്കാട്ട്, വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജിത്തു ജോർജ് തൊട്ടിയിൽ, അക്കാദമിക് കോർഡിനേറ്റർ വിജയപ്രകാശിനി, ഹെഡ് ബോയ് ആലൻ എൽദോ സണ്ണി, ഹെഡ് ഗേൾ റിയ റോസ് ജൂബി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഫെബ്രുവരി 12-ാം തീയതി നാഷണൽ പ്രൊഡക്ടിവിറ്റി ആഘോഷിക്കുന്ന അവസരത്തിൽ അതിനോട് അനുബന്ധിച്ച് ഫെബ്രുവരി 11-ാം തീയതി, അതായത് നാളെ, അവിടെ കരിക്കുലം ബിയോണ്ട് ടെക്സ്റ്റ് ബുക്സ് എന്നൊരു പ്രോഗ്രാം ഞങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം ആവശ്യപ്പെടുന്നതും വർഷങ്ങളായൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കുട്ടികൾ പാഠപുസ്തകങ്ങൾക്കപ്പുറം കാര്യങ്ങൾ പഠിക്കണമെന്നുള്ളത്. അതിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെ പെരുമാറണം, ഒരു സാഹചര്യം വന്നാൽ അതിനെ എങ്ങനെ നേരിടണം എന്നുള്ള അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവബോധമില്ല. അതിനാൽ ഈ ഒരു അഭിപ്രായത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി വാഴക്കുളം ചാവറ ഇന്റർനാഷണൽ അക്കാദമി നാഷണൽ പ്രൊഡക്ടിവിറ്റി ഡേയോടനുബന്ധിച്ച് ഫെബ്രുവരി 11-ാം തീയതി കരിക്കുലം ബിയോണ്ട് ടെക്സ്റ്റ് ബുക്സ് എന്ന പേരിൽ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ട്. അന്നേ ദിവസം ഞങ്ങൾ പുസ്തകങ്ങളും ബാഗുകളും കൊണ്ടുവരത്തില്ല. ഞങ്ങൾക്ക് ക്ലാസ്സുകൾ പ്രത്യേകമായി അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
അന്നേ ദിവസം രാവിലെ വാഴക്കുളം സർക്കിൾ ഇൻസ്പെക്ടർ മിസ്റ്റർ അനീഷ് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയും സോഷ്യൽ മീഡിയ, ലഹരി മരുന്നുകളുടെ ദുരുപയോഗം എന്നിവയെക്കുറിച്ച് ഞങ്ങൾക്ക് സന്ദേശം നൽകുകയുമായിരുന്നു. പുസ്തകങ്ങൾക്കും നോട്ട് ബുക്കുകൾക്കും അപ്പുറത്ത് വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്തമായ അനുഭവമായി ഈ ദിവസത്തെ മാറ്റുക എന്നതാണ് സ്കൂൾ മാനേജ്മെന്റ് ലക്ഷ്യം വയ്ക്കുന്നത്. കരാട്ടെ, സ്കേറ്റിംഗ്, ആർച്ചറി, ഡ്രോയിങ് ആൻഡ് കളറിംഗ്, ഫോട്ടോഗ്രാഫി, ഇവന്റ് മാനേജ്മെന്റ് തുടങ്ങിയവയിൽ പരിശീലനം ലഭിച്ച മികവ് നേടിയ വിദ്യാർത്ഥികളുടെ അവതരണവും നടത്തപ്പെടും. അന്നേ ദിവസം കുട്ടികൾ അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട പ്ലംബിംഗ്, മോട്ടോർ വെഹിക്കിൾ റിപ്പയറിംഗ്, റോബോട്ടിക്സ്, ടൈലറിംഗ്, പബ്ലിക് സ്പീക്കിംഗ്, ഇവന്റ് മാനേജ്മെന്റ്, സെൽഫ് ഡിഫൻസ്, ആർട്ട്, ഫസ്റ്റ് എയ്ഡ് എന്നീ മേഖലകളിൽ വിദഗ്ധരായ ആളുകൾ കുട്ടികൾക്ക് പരിശീലനം നൽകുന്നതാണ്. ആ ദിവസം ഉച്ചകഴിഞ്ഞ് ജൂൺ മുതൽ ആരംഭിച്ച കോകരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ സമാപനം സംഘടിപ്പിക്കുന്നു. ഈ ഒരു വർഷക്കാലം വിവിധ ആക്ടിവിറ്റികളിൽ പരിശീലനം നേടിയ കുട്ടികൾ ചാവറ ഇൻഡോർ സ്റ്റേഡിയത്തിൽ അവരുടെ കഴിവുകൾ അവതരിപ്പിക്കുന്നു. സ്കൂളിൽ ഒരു വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന വിവിധ കരിക്കുലർ ആക്ടിവിറ്റീസിന്റെ സമാപനവും സ്കൂൾ ഇൻഡോർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിക്കും. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ മൂവാറ്റുപുഴ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. INTUC മൂവാറ്റുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ഐസക് ഉദ്ഘാടനം ചെയ്തു. കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUC സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മൂവാറ്റുപുഴ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. KSEB സെഷൻ ഓഫീസുകളിൽ ആവശ്യത്തിന് ഫീൽഡ് ജീവനക്കാരെ നിയമിക്കുക, തടഞ്ഞുവച്ചിരിക്കുന്ന DA ലീവ് സറണ്ടർ അനുവദിക്കുക, ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള ധർണാ സമരം INTUC മൂവാറ്റുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ഐസക് ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോർപ്പറേഷൻ INTUC നേതൃത്വത്തിൽ സമരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ആ 6ഓളം ആവശ്യങ്ങൾ നടപ്പാക്കുന്നത് വരെ INTUC എന്ന പ്രസ്ഥാനം ഞങ്ങൾ ഒരടി പോലും പിന്നോട്ട് പോവുകയില്ല. പിണറായി വിജയൻ ഗവൺമെന്റ് ഞങ്ങൾക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ, ഇതൊരു കെയർ ടേക്കർ സർക്കാരാണ്. അതിന്റെ മേലാളന്മാർ ഒന്ന് മനസ്സിലാക്കണം. 2-3 മാസം കഴിയുമ്പോൾ സംസ്ഥാന സർക്കാർ മാറും. ആ മാറുമ്പോൾ ഈ മേലാളന്മാർക്കെതിരെ കർശന നടപടി ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനുള്ള ഭരണ സംവിധാനം എടുക്കുന്നുള്ള കാര്യം നിങ്ങൾ ഇവിടുത്തെ ഓരോ മേലാളന്മാരെയും ഞങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നേതൃത്വം CAT യൂണിയൻ ഈ ക്ഷാമബത്ത ഉൾപ്പെടെ നിരവധി കുടിശ്ശികകൾ ഇന്ന് അതുപോലെ തന്നെ ലീവ് സറണ്ടർ ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുന്ന ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ നമുക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ പ്രൊമോഷൻ ഉൾപ്പെടെ തടഞ്ഞു വെച്ചിരിക്കുന്ന ഈ സംസ്ഥാന സർക്കാർ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിനെതിരെ ചെരുവിൽ നടക്കാൻ കഴിയാത്ത ഒരു സംഘടനയായി ഇന്ന് ഈ CAT മാറിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ എല്ലാവർക്കും ഓർമ്മയുണ്ടാകണം. ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് PHM ബഷീർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ INTUC നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി മാത്യൂസ് കറിയ മുഖ്യപ്രഭാഷണം നടത്തി. ജീവനക്കാരില്ല, ഫീൽഡ് ജീവനക്കാരില്ലെങ്കിൽ ഇവിടെ പണി ചെയ്യാൻ എങ്ങനെ സാധിക്കുമെന്നുള്ളത് ആരും പറയുന്നില്ല. ഓഫീസിലെ ജീവനക്കാരില്ല, ആർക്കും ഒരിടത്തും നിയമനമില്ല. ആർക്കും നിയമിക്കുന്നത് AE-മാരെയാണ്. AE-മാരെ ഇടയ്ക്കിടയ്ക്ക് 10-100-150 പേരെ നിയമിക്കുന്നുണ്ട്. AE-മാർ മാത്രം ഓഫീസിൽ വിചാരിച്ചാൽ ഇവിടെ പണി നടക്കുമോ എന്നുള്ളത് ഇവർ ചിന്തിക്കുന്നില്ല. AE-മാർ വിചാരിച്ചാൽ പോസ്റ്റൽ കയറാൻ പറ്റുമോ? AE-മാർ വിചാരിച്ചാൽ ഇവിടെ കംപ്ലൈന്റുകൾ തീർക്കാൻ പറ്റുമോ? DC-RC ഒരുക്കാൻ സാധിക്കുമോ? ഇതൊന്നും അവർ ചിന്തിക്കുന്നില്ല. ആകെപ്പോലെ ചെയ്യുന്നത് AE-മാരുടെ നിയമനമാണ്. ഫീൽഡ് വർക്കിൽ ഓവർസിയറില്ല, ലൈൻമാരില്ല, വർക്കറില്ല. ആരോട് ചോദിക്കാനില്ല, ഉള്ള ആൾക്കാരെ വെച്ച് പണിയാന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു 24,000 ജീവനക്കാരായി ഇലക്ട്രിസിറ്റി ബോർഡിൽ. റെഗുലേറ്ററി കമ്മീഷൻ തന്നെ പറയുന്നുണ്ട് 30,000 ജീവനക്കാരെ നിയമിക്കാൻ പാടുള്ളൂ. 30,000 ജീവനക്കാരില്ല, 4,500 ജീവനക്കാരാണ് ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലി ചെയ്യുന്നത്. ഡിവിഷൻ സെക്രട്ടറി രാജീവ് PL, വർക്കിംഗ് പ്രസിഡന്റ് അഭിലാഷ് PV, നവാസ് AP, സിബി CB, രാധിക ദേവി, ജോർജ് കുരുവിള, അബു, സാബു തുടങ്ങിയവർ പ്രസംഗിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം മൂവാറ്റുപുഴ മേഖലാ കമ്മിറ്റി ഗാന്ധി സ്മൃതി നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK പ്രസാദ് ഇന്ത്യയും ഗാന്ധിയും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി.
പുരോഗമന കലാസാഹിത്യ സംഘം മൂവാറ്റുപുഴ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കച്ചേരിത്താഴത്ത് ഗാന്ധി സ്മൃതി നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK പ്രസാദ് ഗാന്ധി സ്മൃതി ഉദ്ഘാടനം ചെയ്ത് ഇന്ത്യയും ഗാന്ധിയും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. ഓർമ്മകളെ തമസ്കരിക്കാൻ, ആ ഓർമ്മകളുടെ സ്ഥാനത്ത് പുതിയ ചില ആശയങ്ങൾ കടത്തിക്കൊണ്ടുവരാൻ, അങ്ങനെ മഹാത്മാഗാന്ധിയുടെ സമരങ്ങൾ, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, ഗാന്ധി എന്ന ആശയം, അതിനെയൊക്കെ തന്നെ നമ്മുടെ ഓർമ്മകളിൽ നിന്ന് മായ്ച്ച് പുതിയത് ചിലത് എഴുതി ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ആസൂത്രിതമായ കുൽസിതമായ ശ്രമങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നു. അപ്പോൾ പിന്നെ കൂടുതൽ എളുപ്പം സാധിക്കാവുന്നത് ഗാന്ധി എന്ന ആശയത്തെ തിരുത്തി എഴുതുക എന്നുള്ളതാണ്. ഗാന്ധി എന്തിനു വേണ്ടി ജീവിച്ചു, എന്തിനു വേണ്ടി കൊല ചെയ്യപ്പെട്ടു എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ പുതിയ ഭാഷ്യങ്ങൾ ചമയ്ക്കുക എന്നുള്ളതാണ് ഗാന്ധി എന്ന ആ ആശയത്തെ ഇല്ലാതെയാക്കുന്നതിനേക്കാൾ എളുപ്പം എന്ന് ഇന്ന് ഭരണാധികാരികൾ തിരിച്ചറിയുന്നുണ്ട്. മേഖലാ പ്രസിഡന്റ് കുഞ്ഞുമോൾ CN അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മേഖലാ സെക്രട്ടറി KR വിജയകുമാർ, പുകസ സംസ്ഥാന കമ്മിറ്റി അംഗം ജയകുമാർ ചെങ്ങമനാട്, ജില്ലാ കമ്മിറ്റി അംഗം കുമാർ K മുടവൂർ, ലൈബ്രറി കൗൺസിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം MR പ്രഭാകരൻ, MN രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നടന്ന പദ്യം ചൊല്ലലിൽ A ഗ്രേഡ് നേടിയ VA ശ്രീനന്ദയെ ചടങ്ങിൽ ആദരിച്ചു. NV പീറ്റർ, VA ശ്രീനന്ദ, കുമാർ K മുടവൂർ എന്നിവർ ഗാന്ധി കവിതകൾ ചൊല്ലി. തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ. FCC നിർമ്മല നിവാസ് ഭവനാംഗമായ സിസ്റ്റർ മരിയ കുന്നയ്ക്കാട്ട് 89 നിര്യാതയായി. സംസ്കാരം ചൊവ്വാഴ്ച 2-ന് വാഴപ്പള്ളി ഈസ്റ്റ് നിരപ്പ് മഠത്തിൽ നടത്തി. പരേത വെളിയാച്ചാൽ ഇഞ്ചൂർ, ഇഞ്ചത്തൊട്ടി, നെയ്യശ്ശേരി, ഇരട്ടയാർ, തൊമ്മൻകുത്ത്, നിർമ്മല ജൂനിയർ സ്കൂൾ എന്നിവിടങ്ങളിൽ ദീർഘകാലം അധ്യാപിക, വാഴവര, പൈങ്ങോട്ടൂർ, കരിമണ്ണൂർ എന്നീ സ്കൂളുകളിൽ പ്രധാന അധ്യാപിക, സൺഡേ സ്കൂൾ അധ്യാപിക എന്നീ നിലകളിലും നിർമ്മല നിവാസ്, വാഴക്കാല, തേവര നിർമ്മല സദൻ, മുളപ്പുറം എന്നീ ഭവനങ്ങളിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മുതലക്കോടം ഇടവക കുന്നുമേൽ പരേതരായ വർഗീസ്, ത്രേസ്യ ദമ്പതികളുടെ മകളാണ്. സഹോദരങ്ങൾ KV മത്തായി, KV ജോർജ്, KV ജെയിംസ്, KV ജോയി, പരേതനായ KV തോമസ്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.